നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ദാർജിലിംഗ് ഒന്ന് കവർ ചെയ്യാനുള്ള പരിപാടിയില്ല കേട്ടോ. രാവിലെ തന്നെ വണ്ടി കഴുകലാണ്. വണ്ടിയൊക്കെ കഴുകി ഒന്ന് കുട്ടപ്പനാക്കിയിട്ട് നമുക്ക് ദാർജിലിംഗ് ഭാഗമെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. അങ്ങനെ വണ്ടീൻ്റെ കഴുകെല്ലാം കഴിഞ്ഞിട്ടോ. അതാ കുട്ടപ്പനായി. ആഹാ, ചളിയെല്ലാം പോകുമ്പോഴത്തേക്ക് നല്ല രസമുണ്ട്. വണ്ടിയൊക്കെ തന്നെ വൃത്തിയാക്കി. പക്ഷേ ഇനി പോകേണ്ടത് ഓഫ് റോഡാണ്. അതാണ് മെയിൻ സംഭവം. എന്തായാലും ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ ഫുള്ള് അലല വലിച്ചു തന്നിട്ടില്ല. കുഴപ്പമില്ല, എന്തായാലും ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്ന ഇവിടെ എന്തായാലും കുളിക്കാന്ന്. എന്തായാലും നല്ല വെള്ളം കേട്ടോ, ഫോറസ്റ്റിലെ കിടിലം പോലത്തെ വെള്ളമാണ്. അപ്പോൾ എന്തായാലും ഒരു കുളിക്കാം. ഇവിടുത്തെ പെയിൻ്റെല്ലാം പോയി കേട്ടോ. ഇത് ഫൈബറാണ്, ഇത് ക്യാമ്പറിൻ്റെ ആണ്. ഞാനത് വാങ്ങിയിട്ട് ഞാൻ തന്നെ പെയിൻറ്റ് ചെയ്ത, അതുകൊണ്ട് അത് പൊളിഞ്ഞു പോകുന്നുണ്ട്. ഇപ്പുറത്തെ ഭാഗത്ത് കുഴപ്പമില്ല, പെയിൻ്റ് അടിക്കാം, പെയിൻ്റ് ഉണ്ട്. എന്തായാലും വണ്ടി ഒന്ന് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. എന്തായാലും വെള്ളം കിട്ടിയാലോ ഒന്ന് അലക്കാന്ന് വിചാരിച്ചേട്ടാ. ഒന്ന് അലക്കി കുളിച്ചിട്ട് പോകാന്ന് വെച്ചു. എന്താ ബക്കറ്റിൽ ഫുള്ള് തുണിയെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വേഗം കാണുന്നുണ്ട്. അതാ ഇനിയിപ്പോൾ ഒന്ന് അലക്കെല്ലാം കഴിഞ്ഞ് ഒരു കുളിയും കൂടെ കുളിക്കാം. നല്ല തണുപ്പാണ്, വിറക്കും, നല്ല വിറക്കുന്ന ടൈപ്പ് വെള്ളം. നല്ല മലയെന്നല്ല വെള്ളം കേട്ടോ. ഇത് വരുന്നതായി കാട്ടുന്നതാണ്. കുടിക്കാനെല്ലാം വളരെ പ്യൂർ വെള്ളം കേട്ടോ. അടിപൊളി സാധനം. ലുക്കൊന്ന് മാറ്റി പിടിച്ചേട്ടാ. താടി മീശയൊക്കെ ഒന്ന് ട്രിം ചെയ്ത്. എൻ്റെ മുടി പോയതിലൊക്കെ ഭയങ്കര സങ്കടമുണ്ട്. മുടി മുറിച്ചതിൽ ഭയങ്കര സങ്കടമാണ്. കുറേ കാലം കഷ്ടപ്പെട്ട് വളർത്തിയല്ലേ. പ്രായം കുറഞ്ഞ പോലെ ഉണ്ട്. കുളി കഴിഞ്ഞു, വണ്ടി കഴുകൽ കഴിഞ്ഞു, അലക്ക് കഴിഞ്ഞു. അലക്ക് ഫുള്ള് ഇട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കിയുടെ കൈവരിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. രക്ഷയില്ല. കുറച്ച് വെയിൽ കിട്ടി, അപ്പോൾ ഒന്ന് ഉണങ്ങട്ടെ നരച്ചു. കുറച്ച് ഉണങ്ങിയിട്ട് പോവാം. ഞാനും ഒന്ന് ഫ്രഷായി. നമ്മൾ നല്ല മുണ്ടെല്ലാം എടുത്ത് കേരള സ്റ്റൈലിലാട്ടോ ഇന്ന്. നോക്കാം ആൾക്കാരെന്ത് പറയുന്നു നോക്കട്ടെ. അല്ലെങ്കിൽ കേരള വണ്ടി കാണുമ്പോൾ അവരിങ്ങനെ ഓരോന്ന് ചോദിക്കണ്ടോ. മുടിയെല്ലാം ചെമ്പിച്ചൊരുമാതിരി ഇന്ത്യക്കാരനെ പോലെ ആയിട്ടോ. അങ്ങനെ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇവിടെയുള്ള ഗ്രാമങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് വെറുതെ ഏതൊക്കെയോ റാൻഡമായിട്ടുള്ള റോഡുകളിലൊക്കെ ഒന്ന് ജസ്റ്റ് പോകാമെന്ന് വെച്ചിട്ടോ. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇതൊരു ഗ്രാമത്തിലേക്കുള്ള യാത്രയാണ്. ശരിക്കും ഇങ്ങോട്ടൊരു ടീ എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് ചുമ്മാ ഇറങ്ങിയതാട്ടാ. എന്താണോ മുമ്പിലുള്ളതെന്നൊന്നും അറിയില്ല. റോഡ് കാര്യങ്ങളൊക്കെ കുറച്ച് മോശം തോന്നുന്നു. റോഡൊന്നും ഇല്ല കേട്ടോ. റോഡെല്ലാം കുറച്ച് പോക്കാണ്, കുറച്ച് ഓഫ് റോഡിങ് ആണ്. നോക്കാം. വഴിയല്ലോ നല്ല രസാട്ടാ. റോഡൊന്നും ഇല്ല. ടീ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നേ. ടീ എസ്റ്റേറ്റ് ഒന്നും കാണുന്നില്ല കേട്ടോ. ഫുള്ള് കാട് മാത്രമേ ഉള്ളൂ, പറഞ്ഞില്ല. രാവിലെ ജസ്റ്റ് ഒരു റൈഡ് വന്നതാട്ടാ. ഇവിടെ ഒരു എസ്റ്റേറ്റിൻ്റെ MMTE ഉണ്ടോ, ടീ എസ്റ്റേറ്റ് ആണ്. MIM ടീ എസ്റ്റേറ്റ്. ജസ്റ്റ് ഒരു ഓഫ് റോഡാണ്. ഫുള്ള് റോഡെല്ലാം പൊട്ടി പൊളിഞ്ഞ് നിൽക്കുവാന്ന്. സുഖിയ പോക്കറി അവിടെ നിന്ന് നമ്മൾ വന്നത്. പിന്നെ താംസാങ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്, അത് വേറൊരു വില്ലേജാ. എന്തായാലും കൊള്ളാം. ഇവിടുന്ന് അങ്ങോട്ട് നല്ല റോഡാട്ടോ. പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള റോഡൊക്കെ പിന്നെ അങ്ങോട്ട് റോഡില്ല. ചെറിയൊരു വില്ലേജാ. രാവിലെ വെറുതെ ഒന്ന് ഇറങ്ങിയതാ. വെയിറ്റിംഗ് ഷട്ടറൊക്കെ കണ്ടോ, രണ്ടാക്കിയിരിക്കാം. ചെറിയൊരു സംഭവം. കൊള്ളാം. ഇവിടെ ഈ മോഡൽ ചപ്പ് കുറേ ഉണ്ട് കേട്ടോ. ഈ സാധനം കുറേ ഉണ്ട്. നമ്മൾ കൈക്കെല്ലാം വെച്ച് മറ്റേ അച്ചടിക്കൂലേ, അതുപോലത്തെ സാധനം. അതിൻ്റെ വലുത് നിറച്ചും കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഇതാ വില്ലേജിൻ്റെ താഴോട്ടുള്ള റോഡിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കേട്ടോ. ഇതൊരു വളരെ നാരമായിട്ടുള്ള ചെറിയ ചെറിയ റോഡുകളാട്ടോ. എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ എൻഡിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പോക്കാട്ടോ. ഈ സൈഡിലൊക്കെയുള്ള ജനങ്ങളുടെ മെയിനായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും കേട്ടോ. കാരണം ബസ് കാര്യങ്ങൾ അങ്ങനെ യാതൊരു പരിപാടി ഇവിടെ ഇല്ല. ആകെ ഉള്ളത് ഈ പോകുന്ന ഈ ഷെയർ ടാക്സി മാത്രമാണ് കേട്ടോ. അതിൽ കുറേ ബൊലേറോ ഉണ്ടാവും, കുറേ സുമോ ഉണ്ടാവും, കുറേ മാക്സ് ഉണ്ടാവും. ഇതല്ലാതെ വേറൊരു വണ്ടി ഇങ്ങോട്ടില്ല കേട്ടോ. അത് ഭയങ്കര ഒരു കഷ്ടമായിരിക്കും. ഇതാണ് അവസ്ഥ. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡെല്ലാം കൊടുക്കണം.
എല്ലാവരും തെറി വിളിക്കുമെന്ന് സംശയമുണ്ട് ഇങ്ങോട്ട് വന്നിട്ട്. പക്ഷെ ലാസ്റ്റ് കിട്ടുന്ന വ്യൂ ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി ഞങ്ങള് നമ്മളെ മൂന്നാറില് ലക്ഷ്മി എസ്റ്റേറ്റ് എല്ലാം പോലെയാണ്. എന്ത് രസം കാണാൻ. അകത്തൊരു ചെറിയ വില്ലേജും. വന്ന് ഇതാ റോഡിൻ്റെ എൻ്റെ എത്തിയട്ടാ. ഇനി അങ്ങോട്ട് റോഡില്ല. ഇതൊരു തുംസോങ് എന്ന് പറഞ്ഞൊരു പിന്നെ ടീ എസ്റ്റേറ്റ് കാണാൻ പറ്റും. അടിപൊളിയാട്ടോ. വന്ന റൂട്ടൊന്നും പറയാനില്ല. ഒരു വണ്ടി വരേണ്ട സ്ഥലം പോലും ഇല്ലാത്ത ഓരോ സ്ഥലത്തേക്ക് കൂടെ വന്നു കേട്ടോ. നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ തിരിച്ച് കയറേണ്ട ഒരു ചടങ്ങാണ് മെയിനായിട്ടുള്ളത്. എതിരെ ഒരു വണ്ടി വന്നാൽ മൂഞ്ചും. ഒന്നാമത് വണ്ടിക്ക് പവർ സ്റ്റിയറിംഗ് ഇല്ല. ഇവിടുന്ന് ഞാൻ ആട്ടി തിരിക്കുമ്പോഴത്തേക്കന്നെ 1 മണിക്കൂറാണെന്ന് എനിക്ക് തോന്നുന്നു. വെറുതെ അല്ല, മുകളിലൊരു പാർക്കിംഗ് പ്ലേസ് കണ്ടിട്ടായിരുന്നു. അവിടെയാണ് ടാക്സിക്കാരെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ടായത്. ഫോളി. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാട്ടോ. ഇവിടെ വേറൊന്നുമില്ല. അവിടെ എൻഡാണ്, റോഡിൻ്റെ എൻഡാണ് അവിടെ. അത് പിന്നെ കഴിഞ്ഞാൽ പിന്നെ ഫുൾ എസ്റ്റേറ്റ് ആട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് വണ്ടി ഒന്ന് തിരിച്ചേട്ടോ. പവർ സ്റ്റിയറിംഗ് ഇല്ലാത്തതുകൊണ്ട് ആ ചെറിയ റോഡിലിട്ട് തിരിക്കാൻ കുറേ കഷ്ടപ്പെട്ട്. എന്നാലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ തിരിച്ച് നമ്മൾ വന്ന വഴി തന്നെ നേരെ കയറി പോകട്ടോ. വണ്ടിക്ക് ചെറിയൊരു വലിവ് കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് കൊണ്ടുപോയി കാണിക്കണം. എനിക്ക് തോന്നുന്നു ഡീസൽ ഫിൽറ്ററിൻ്റെ ആണെന്നാണ്. കാരണം ഫിൽറ്റർ മാറ്റിയിട്ട് കുറച്ചായി. വില്ലേജസ് ആട്ടാ. ഒരു വണ്ടി പോകേണ്ട സ്ഥലമേ ഉള്ളൂ. ഇല്ലേ വേണം ഇങ്ങനെ പോകാൻ. വേറെ വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് റിവേഴ്സ് എടുത്ത് കൊടുക്കണം. നമ്മള് രാവിലെ എത്തിയ നമ്മൾ നിർത്തിയിട്ട സ്ഥലമാട്ടാ. ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ഓഫ് റോഡാണ്. നമ്മള് തിരിച്ച് നമ്മളെ സെയിം സ്പോട്ടിൽ എത്തി കേട്ടോ. മഞ്ഞാണ്ട, നല്ല കോടയാണ്. നല്ല രസമായില്ല കൂടെ വണ്ടി ഓടിക്കാൻ. മലയെല്ലാം കയറി ഇറങ്ങുമ്പോൾ വണ്ടിക്ക് ചെറിയൊരു വലിവ് കുറവല്ല എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഗ്യാരേജിൽ പോയിട്ട് നമ്മൾ ഡീസൽ ഫിൽറ്റർ അങ്ങ് മാറ്റിക്കളഞ്ഞു. അപ്പോൾ അത് അത്യാവശ്യം നല്ല കച്ചറ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ അടുത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് പോകാമെന്ന് വെച്ചിട്ട് പയ്യെ ഇറങ്ങി. നമ്മളിനി ദാർജിലിംഗ് ടൗൺ ഭാഗത്തേക്കാട്ടോ പോകുന്നത്. ജസ്റ്റ് ഒരു റൈഡ് പോകുന്നതാണ്. അങ്ങനെ ഇന്ന ലൊക്കേഷനൊന്നും മൈൻഡ് സെറ്റൊന്നും ഇല്ല കേട്ടോ. വെറുതെ കറങ്ങാൻ വേണ്ടി പോകുന്നതാണ്. ഒന്ന് ടൗൺ ഏരിയയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചോട്ടോ. അത്രയേ ഉള്ളൂ. പറ്റുവാണെങ്കിൽ ഒന്ന് കുർസോങ് പോയിട്ട് അവിടുത്തെ പിന്നെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് കാണുന്നുണ്ട്. എന്തായാലും അതുകൂടി ഒന്ന് പ്ലാനിലാക്കാം കേട്ടോ. നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ അങ്ങോട്ടൊന്ന് പോകാമെന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. നോക്കാം എന്തായാലും. ഇവിടുന്ന് നമുക്ക് 2 റോഡ് തെറ്റാണ്ട് കേട്ടോ.
ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോയാൽ കുർസോങ് വഴി അങ്ങോട്ടാണ്. നേരെ പോയി കഴിഞ്ഞാൽ ദാർജിലിംഗ് ടൗൺ ഏരിയ കേട്ടോ. അങ്ങനെയാണ്. ലെഫ്റ്റ് സൈഡ് നമുക്ക് ഗൂം റെയിൽവേ സ്റ്റേഷൻ കാണാൻ പറ്റും. ഇതൊക്കെ പഴയ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ, ബ്രിട്ടീഷ് കാലത്തുള്ളതാണ്. ഗൂം, ദാർജിലിംഗ്, അതുപോലെ നമ്മുടെ കുർസോങ്, അതൊക്കെ ബ്രിട്ടീഷ് കാലത്തുള്ള കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് റെയിൽവേ പാലം കാണാൻ പറ്റുക. റോഡ് സൈഡിൽ ഫുള്ള് റെയിൽവേ പാലമാണ്. ഇതെന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് യൂസ് ചെയ്തുകൊണ്ട് ഇപ്പം ടോയ് ട്രെയിൻ ഉണ്ട്. ലെഫ്റ്റിലൊക്കെ കാണാൻ പറ്റും. നമുക്ക് റോഡ് അങ്ങ് വരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങ് വരെയുള്ള പോർഷൻ ഫുൾ ഇതാ റെയിൽവേ ക്രോസിംഗ് ഇങ്ങനെ ഉണ്ട്. റെയിൽവേ പാലം റോഡിന്റെ സൈഡിൽ കൂടെ തന്നെ ഉണ്ട്. നമുക്ക് പണ്ട് കൊൽക്കത്തയിൽ ഇതേ സെയിം സെറ്റപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ട്രാഫിക് മൂലം അതൊക്കെ എടുത്ത് ഒഴിവാക്കി. പാളിപ്പം കാണാൻ പറ്റും, പക്ഷെ ട്രെയിൻ സർവീസ് ഇല്ല കേട്ടോ. വൻ ബ്ലോക്കാണ്. അരമണിക്കൂറാണ് 4 കിലോമീറ്റർ കാണിക്കുന്നത്. ട്രെയിൻ പോകാനാണ് കേട്ടോ സൈഡിൽ കൂടെ. ഇത് ദാർജിലിംഗ് ടൗണിൽ തന്നെയുള്ളൊരു മൊണാസ്ട്രി കേട്ടോ. അത്യാവശ്യം വലിയൊരു മൊണാസ്ട്രിയാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയില്ല, ഞാൻ പുറത്തുനിന്ന് ജസ്റ്റ് കണ്ടതേ ഉള്ളൂ കേട്ടോ. അകത്ത് കയറാനുള്ള സമയമില്ല. നമുക്ക് പിന്നെ ഒരു ദിവസം വന്ന് എന്തായാലും കയറാം. എന്തായാലും നമ്മൾ ദാർജിലിംഗ് സൈഡ് പിന്നെ വന്നുകൊണ്ടിരിക്കും. എന്തായാലും ഞാൻ ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചൊരു സ്ഥലം കേട്ടോ. ഇതാണ് ദാർജിലിംഗിലെ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് എൻജിൻസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതാണ് ദാർജിലിംഗ് റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകൾ കേട്ടോ. ഇവിടെ ഇപ്പോഴും ടോയ് ട്രെയിൻ സർവീസൊക്കെ ഉണ്ട്. വണ്ടി ഒരു പാർക്കിംഗ് സ്ലോട്ട് കിട്ടിയ സമയത്ത് ഞാൻ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നടന്ന് കാണാൻ തീരുമാനിച്ചു കേട്ടോ. ഞാനിങ്ങനെ ഇവിടുത്തെ റാൻഡമായിട്ട് ആൾക്കോടൊക്കെ സംസാരിച്ച് ചുമ്മാ വായി നോക്കി ഇങ്ങനെ നടക്കുക കേട്ടോ. മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ച് വെറുതെ ഇങ്ങനെ നടന്ന് കാണുമായിരുന്നു കേട്ടോ. അടുത്തതാണ് കുർസോങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒന്ന് പോയിട്ട് ജസ്റ്റ് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വെച്ചേട്ടാ. അപ്പോൾ നേരെ വൈകുന്നേരമായി, സന്ധ്യയായി. നമുക്ക് എന്തായാലും വൈകുന്നേരം ഒന്ന് പോയി നോക്കിയിട്ട് കണ്ടിട്ട് വരാട്ടോ. അവിടെ ഇതേപോലെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് ഉള്ളത്. പിന്നൊന്നും ആലോചിച്ചില്ല കേട്ടോ, നേരെ കുർസോങ് വെച്ച് പിടിച്ചു കേട്ടോ. കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, എന്നാലും നമ്മൾ രാത്രി ആകുമ്പോൾ കറക്റ്റ് കുർസോങ് റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇതും നമ്മളെ ബ്രിട്ടീഷേഴ്സിൻ്റെ കാലത്ത് 1800-കളിൽ ഉണ്ടാക്കിയ ഒരു റെയിൽവേ എന്നിട്ടാണ്. അത് നമുക്ക് നല്ല രസമാണ്. ഇവിടെയും ടോയ് ട്രെയിൻ അവൈലബിൾ ആണ്. നമുക്ക് അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് മെയിനായിട്ട് ഗൂം, അതുപോലെ ദാർജിലിംഗ്, ഇവിടെയൊക്കെ നമുക്ക് ടോയ് ട്രെയിൻസ് അവൈലബിൾ ആണ്. ഒരു പഴയ എന്താ പറയുക, നമുക്ക് ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പഴയ ഒരു ആംബിയൻസ് നമുക്ക് അവിടെ പോയി കിട്ടാൻ കേട്ടോ. സ്റ്റേഷൻ്റെ ചുമരുകളിൽ അന്നത്തെ കാലത്തെ ചിത്രങ്ങളും മാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 1800-കളിൽ ഉണ്ടാക്കിയതായെന്നും 4600 മീറ്ററിന് മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്നും അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പഴയ കാലത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നില്ല എൻ്റെ ഒരു ഫോട്ടോയും കൂടി ഉണ്ട് കേട്ടോ. വലിയൊരു മാറ്റമൊന്നുമില്ല കേട്ടോ, സെയിം സെറ്റപ്പാണ് ഉള്ളത്.
ട്രെയിനിൻ്റെ ഒരു ഫെയറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1400 1500 ഉറുപ്പ്യ ഉണ്ട്. ദാർജിലിംഗ് ടു ജൽപഗുരി ടോയ് ട്രെയിൻ. അത് ഓരോന്നിനും ഓരോന്നാണ്. സ്റ്റീം ആണെങ്കിൽ 1500, ഡീസലാണെങ്കിൽ 1000. അങ്ങനെ പല പല സംഭവം ഉണ്ട് കേട്ടോ. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ യുനെസ്കോൻ്റെ ഉണ്ടല്ലോ കേട്ടോ, വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു ഭാഗത്തൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെയും കൂടി ഒന്ന് വിസിറ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. 1881 ഉണ്ടാക്കിയതാണ്. ദ വെൽക്കം ടു ദ ലാൻഡ് ഓഫ് വൈറ്റ് ഓർക്കിഡ് എന്നൊരു ബോർഡൊക്കെ കാണാം കേട്ടോ. അങ്ങനെ കുർസോങ്ങിലെ റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചേട്ടാ. നമ്മൾ നേരെ ഇനി തിരിച്ച് ദാർജിലിംഗ് സൈഡ് തന്നെയാണ് പോകുന്നത്. അവിടെ പോയിട്ട് അവിടെ കിടന്നുറങ്ങാനുള്ള പരിപാടി കേട്ടോ. ഞാൻ രാത്രി തന്നെ തിരിച്ചു പോവാണ്. പോകുന്ന വഴിയിലൊക്കെ ഇതേപോലെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ സൈഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. റോഡ് സൈഡിലൊക്കെ നമുക്ക് റെയിൽവേ ട്രാക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിപ്പം ദാർജിലിംഗ്, കൊൽക്കത്ത എവിടെ പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ കൊൽക്കത്തയിൽ ഇപ്പോൾ ട്രെയിൻ സർവീസ് ഇല്ല. അത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ദാർജിലിംഗ് സൈഡ് വരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. എന്തായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.